ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരിക്കൽ കൂടി കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇതുവരെ ഒന്നാം പാഠം ഡിസ്കസ് ചെയ്യും. അതിൽ അവശേഷിക്കുന്ന കുറെ ചോദ്യഭാഗങ്ങളുണ്ട്. അതെല്ലാം ക്രമേണ നിങ്ങൾക്ക് നൽകുന്നതും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതുമായി. ഇന്ന് അധ്യായം 2 ചാപ്റ്റർ 2 ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അധ്യായം 2 എന്ന് പറയുമ്പോൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഈ അധ്യായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരല്പം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പാഠഭാഗമായിട്ടാണ് ഇതിനെ പല കുട്ടികളും കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഏത് ചോദ്യങ്ങൾ ഇട്ടാലും അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള നിരവധി ടെക്നിക്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രധാന പോയിന്റുകൾ മാത്രം സ്ട്രെസ് ചെയ്തുകൊണ്ടുമായിരിക്കും ക്ലാസ്സുകളിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം വളരെ രസകരമായി, വളരെ സിമ്പിളായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും നിങ്ങളുടെ ഫുൾ മാർക്ക് ഈ പാഠത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ എഴുതി മുഴുവൻ മാർക്കും SLC പരീക്ഷയ്ക്ക് വാങ്ങിത്തരും എന്നുള്ള ഒരു ഗ്യാരണ്ടിയോട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അപ്പൊ ഇവിടെ ഒരല്പം ശ്രദ്ധയോട് കൂടിയിരിക്കണം. എന്ന് പറഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള മേഖലകൾ ചിലപ്പോൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ സിമ്പിളായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആദ്യം ഇതിൽ പഠിക്കാനുള്ളത് വാതക തന്മാത്രകളുടെ ചില സവിശേഷതകൾ, മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഇതാണ് ആദ്യം 6-7 പോയിന്റുകൾ നമ്മളിങ്ങനെ അറിഞ്ഞിരിക്കണം. കാരണം ഇതിൽ നിന്നൊക്കെ 1 മാർക്ക് ചോദ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. നമ്പർ 1, ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും അതിങ്ങനെ ഓർഡറാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്പർ 1 എന്ന് പറയുന്നത് all substances contains the minute particle called molecules. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ ഇത് നിരവധി പ്രാവശ്യം കേട്ടിട്ടുണ്ട്, നിരവധി പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുതിയ അറിവല്ല. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. or all substances contains the minute particles called molecules. That is number 1. 2 എന്ന് പറയുന്നത് the volume of the gas molecules when compared with the volume of the gas is negligibly small. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വാതക തന്മാത്രയുടെ വ്യാപ്തം എന്ന് പറയുന്നത് വാതകത്തിന്റെ വ്യാപ്തവുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ വളരെ 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 ചെറുതായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, തന്മാത്രകൾ എന്ന് പറയുന്നത് ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് വാതകത്തിന്റെ മുഴുവൻ വ്യാപ്തവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വളരെ 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 ചെറുതാണ് എന്ന് പറയാം. ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ഈ മോളിക്യൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ദീസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ ദി റാൻഡം മോഷൻ. എന്ന് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ എന്താണ്? ഈ തന്മാത്രകൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഇൻ ഓൾ ഡയറക്ഷൻസ്. എല്ലാ ദിശകളിലുമായി ഈ മോളിക്യൂൾസ് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. These gas molecules are always in the random motion in all directions. അപ്പോൾ പോയിന്റ് 3 ആയി. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
As a result of the movement of these molecules collide against each other. എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന തന്മാത്രകൾ നിരന്തരമായി കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? തന്മാത്രകൾ തമ്മിലും അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയും തമ്മിൽ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ these molecules collide against each other with the walls of the container and the molecules against the molecules each other. അപ്പൊ അങ്ങനെ മോളിക്യൂൾസുമായും അതിന്റെ പാത്രത്തിന്റെ ഭിത്തിയുമായും നിരന്തരമായിട്ട് ഇങ്ങനെ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ there is no loss of energy. അപ്പൊ മോളിക്യൂൾസ് ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ തന്മാത്രകൾക്ക് ഊർജം നഷ്ടം സംഭവിക്കുന്നില്ല. There is no loss of energy when the molecules collide against each other because the collision is elastic in nature. തന്മാത്രകളുടെ കൂട്ടിയിടിക്കൽ എന്ന് പറയുന്നത് ഇലാസ്തിക സ്വഭാവം ഉള്ളത് കൊണ്ട് കൂട്ടിയിടിക്കുമ്പോൾ അവയ്ക്ക് ഊർജ നഷ്ടം സംഭവിക്കുന്നില്ല. അതാണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ. There is no attraction between the molecules and with the walls of the container. അപ്പൊ തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം തീരെയില്ല. തന്മാത്രകൾ തമ്മിലും ഒരു അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയും തമ്മിലും തന്മാത്രകൾ തമ്മിൽ ആകർഷണം തീരെ ഇല്ല എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്. അങ്ങനെ 6 പോയിന്റാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. There are 6 characteristics. 6 പ്രധാന സവിശേഷതകൾ മോളിക്യൂൾസിനുണ്ട്. വാതക തന്മാത്രയുടെ 6 സവിശേഷതകളാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഈ 6 സവിശേഷതകൾ പഠിച്ചിരിക്കണം. അതിൽ പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും നമ്മൾ അതിങ്ങനെ മെമ്മറിയിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. നമ്പർ 1 വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം. 1 എന്ന് പറയുന്നത് all substances contain the smallest minute particles called molecules. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ എന്ന് പറയുന്ന സൂക്ഷ്മ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എല്ലാവർക്കും അറിയാം. 2, തന്മാത്രയുടെ വോളിയം ഗ്യാസിന്റെ വോളിയവുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ വോളിയം വളരെ 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 കുറവാണ് എന്ന് പറയാം. കാരണം വോളിയം ഓഫ് ദി മോളിക്യൂൾസ് when compared with the volume of the gas, this volume of the molecules will be negligibly small. 3, ഈ മോളിക്യൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? These molecules are always in the random motion in all directions. എല്ലാ ദിശകളിലുമായി നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ മോളിക്യൂൾസ്, തന്മാത്രകൾ. അടുത്ത പോയിന്റ്, അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ these molecules collide against each other and with the walls of the container. അല്ലേ? അവ ചലിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ട് ഇങ്ങനെ എല്ലാ ദിശകളിലേക്കും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്മാത്രകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. അതിന്റെ വെസൽസിന്റെ കണ്ടെയ്നറിന്റെ വാൾസുമായി ഇന്നർ വാൾസുമായി ഇങ്ങനെ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അടുത്ത പോയിന്റ്. ഇനി അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ there is no loss of energy because the collision is elastic in nature. collision എന്ന് പറയുന്നത് ഇലാസ്തിക സ്വഭാവം ഉള്ളതാണ്. അതുകൊണ്ട് കൂട്ടിയിടിക്കുമ്പോൾ തന്മാത്രകൾക്ക് ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. അടുത്ത പോയിന്റ്, there is no attraction between the gas molecules. വാതക തന്മാത്രകൾ തമ്മിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ there is no attraction between the gas molecules. ആകർഷണ ബലം ഇല്ല എന്ന് തന്നെ പറയാം. and with the walls of the container. അപ്പൊ എങ്ങനെയുള്ള ഈ 6 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പേപ്പറും പേനയും ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ ഒന്ന് കുറിച്ചിങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ പാഠഭാഗം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സ്കൂളൊക്കെ തുറന്ന് നിങ്ങളുടെ ട്യൂഷൻ സെന്ററിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഈ പാഠത്തിന് എല്ലാ പാഠങ്ങൾക്കും ഒരു പ്രത്യേകമായി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ നോട്ടിന്റെ പ്രിന്റഡ് കോപ്പി നിങ്ങളുടെ കൈകളിൽ എത്തും. അങ്ങനെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലാസ് എടുക്കുന്ന അതേ ശൈലി തന്നെയാണ് നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ പഠിക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് വിശ്വാസം. ഓക്കെ, അടുത്ത ആശയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ഗ്യാസ്. നമ്മളൊരു പാത്രത്തില് 10 ml വോളിയമുള്ള ഒരു പാത്രത്തിൽ യു ആർ ടേക്കിംഗ് സം ഗ്യാസ്. അപ്പൊ അതിന്റെ വോളിയം 10 ml ആണെന്ന് അറിയാമല്ലോ. ഈ ഗ്യാസിനെ 5 ml വോളിയമുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. 10 ml വോളിയമുള്ള പാത്രത്തിലെ വാതകം 5 ml വോളിയമുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വാതകത്തിന്റെ പുതിയ വോളിയം എന്ന് പറയുന്നത് 5 ml ആയിരിക്കും. എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ദി വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ്സെൽഫ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വ്യാപ്തം തന്നെയായിരിക്കും. 2 ml ഗ്യാസിനെ 2 ml ഉള്ള പാത്രത്തിലെ ഗ്യാസിനെ 10 ml ഉള്ള പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഗ്യാസിന്റെ ന്യൂ വോളിയം എന്ന് പറയുന്നത് 10 ml ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ വാതകം ഏത് പാത്രത്തിൽ ഉൾക്കൊള്ളുന്നുവോ ആ പാത്രത്തിന്റെ വോളിയം തന്നെയാണ് ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഈ ആശയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ്സെൽഫ്. അങ്ങനെ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ പോയിന്റ് ഇവിടെ അവസാനിക്കുന്നു. വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ്സെൽഫ്. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വോളിയം തന്നെയാണ് ഒരു വാതകത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ആശയം പ്രഷർ ഓഫ് ദി ഗ്യാസ്. നമുക്കറിയാം ഒരു കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് ഉണ്ടെങ്കിൽ അതിന്റെ മോളിക്യൂൾസ് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയി റാൻഡം മോഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. As a result of the random motion, these molecules collide with the walls of the container. ശരിയല്ലേ? അത് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിന്റെ പാത്രത്തിന്റെ ഭിത്തിയുമായി ഈ മോളിക്യൂൾസ് നിരന്തരമായി ഇങ്ങനെ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൂട്ടിയിടിക്കുന്നത് കൊണ്ടാണ് ആ വാതകത്തിന് ഒരു മർദ്ദം അനുഭവപ്പെടുന്നത്, പ്രഷർ അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്. As a result of the collision with the walls of the inner walls of the container. അപ്പോൾ കണ്ടെയ്നറിന്റെ ഇന്നർ വാൾസുമായി കൂട്ടിയിടിക്കുന്നത് കൊണ്ടാണ് ഒരു വാതകത്തിന് വാതകമർദ്ദം എക്സൈറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വാതകത്തിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ യൂണിറ്റ് ഏരിയ ആയിരിക്കും. യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഫിസിക്സ് എടുക്കുന്നതിൽ പഠിച്ചിട്ടുണ്ടാവും. വീണ്ടും പറയുന്നു, മർദ്ദം എന്ന് പറയുന്നത് പാത്രത്തിന്റെ യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന യൂണിറ്റ് വിസ്തീർണത്തിലുള്ള പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലം, ദി ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ. പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ. ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി സർഫസ്. Total force exerted on the surface by surface area. സർഫസിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തെ അതിന്റെ സർഫസ് ഏരിയ കൊണ്ട് പ്രതല പരപ്പളവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദി ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ.
യെസ്. അപ്പൊ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്രഷർ എന്ന് നാം കണ്ടു. അപ്പൊ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നതോ പ്രതലങ്ങളിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തെ ആകെ പരപ്പളവ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം. അപ്പൊ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രഷറാണ്. ആ പ്രഷർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി സർഫസ്, പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തെ പ്രതല പരപ്പളവ് അല്ലെങ്കിൽ സർഫസ് ഏരിയ കൊണ്ട് ഹരിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദി യൂണിറ്റ് ഓൺ സർഫസ് ഏരിയ. സോറി, ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ആകെ ബലം കിട്ടും. ഈ കിട്ടുന്ന ആകെ ബലത്തെ നാം എന്ത് പറയുന്നു? പ്രഷർ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വോളിയം എന്ന് പറയുന്നത്, വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ്സെൽഫ്, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ വോളിയം തന്നെയാണെന്ന് പറഞ്ഞു. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലമാണ് പ്രഷർ. അതെങ്ങനെ കണ്ടുപിടിക്കാം? പ്രതലങ്ങളിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തെ അതിന്റെ സർഫസ് ഏരിയ അല്ലെങ്കിൽ പ്രതല പരപ്പളവ് കൊണ്ട്, പ്രതല പരപ്പളവിന് സർഫസ് ഏരിയ കൊണ്ട് നമ്മൾ ഹരിക്കുന്നു. അതിന്റെ സർഫസ് ഏരിയ അല്ലെങ്കിൽ പ്രതല വിസ്തീർണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്.